ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള 7 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി എമർജൻസി ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാനൊരു പഴയ എമർജൻസിയുടെ ചെയ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചാർജിങ് പോർട്ട്, ഒരു ഓൺ ഓഫ് സ്വിച്ച്, ഒരു LED ബൾബ്, അലുമിനിയത്തിൻ്റെ ചെറിയൊരു കഷ്ണം, ഒരു ബാറ്ററി, ഒരു ഡയോഡ്, 1K റെസിസ്റ്റർ. ഇനി നമുക്ക് ഈ ചാർജിങ് പോർട്ടിനെ nceel ഉപയോഗിച്ച് ചെയ്സിൽ ഉറപ്പിച്ച് നിർത്താം. ഇനി നമുക്ക് ഈ സ്വിച്ച് കൂടി nceel ഉപയോഗിച്ച് ഈ ചെയ്സിൽ ഉറപ്പിച്ച് നിർത്താം. ഇപ്പോൾ നമ്മൾ ഈ ചാർജിങ് പോർട്ടും സ്വിച്ചും ചെയ്സിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം നോക്കാം. അപ്പോൾ ഇത് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ഞാനിത് ഒട്ടിക്കാൻ nceel തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം നല്ല ഉറപ്പിൽ നിൽക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായി LED ബൾബ് നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ LED ബൾബിൻ്റെ വയർ ബാക്കിലേക്ക് എടുക്കുന്നത്. ഈ LED ബൾബിൻ്റെ അടിഭാഗത്തായി അലുമിനിയത്തിൻ്റെ കഷ്ണം വെക്കണം. ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ കഷ്ണം ചെയ്സിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ LED ബൾബ് കത്തുന്ന സമയത്ത് നല്ല ഹീറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി ഈ ചാർജിങ് പോർട്ടിലേക്ക് ഡയോഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഡയോഡ് സോക്കറ്റിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് അടയാളപ്പെടുത്തിയ ഭാഗം സോക്കറ്റിൻ്റെ എതിർവശത്തേക്കായി വരുന്ന രീതിയിൽ സോൾഡർ ചെയ്യുക. ഡയോഡിൻ്റെ മറ്റേ അറ്റം സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററിന് വേണ്ടി ചെറിയൊരു LED ബൾബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവിലേക്ക് 1K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഈ LED ബൾബിൻ്റെ പോസിറ്റീവ്, അതായത് നേരത്തെ നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച ആ ഭാഗം ഡയോഡിൻ്റെ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഈ ഫ്രണ്ടിലെ LEDയുടെ പോസിറ്റീവ് നമുക്ക് സ്വിച്ചിൻ്റെ മറ്റേ ഭാഗത്തേക്ക് കൊടുക്കാം. ഇനി ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഒരു റെഡ് വയറും നെഗറ്റീവിലേക്ക് ഒരു ബ്ലാക്ക് വയറും സോൾഡർ ചെയ്യാം.
ഇനി ആ ബാറ്ററിയുടെ സോൾഡർ ചെയ്ത ഭാഗത്തെല്ലാം ഇൻസുലേഷൻ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഈ ബാറ്ററി നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചാണ് ചേസിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. ഇനി ഈ ബാറ്ററിയുടെ നെഗറ്റീവ് വയറും ചാർജിങ് ഇൻഡിക്കേഷനിൻ്റെ നെഗറ്റീവ് വയറും ഫ്രണ്ടിലെ LED-യുടെ നെഗറ്റീവ് വയറും മൂന്നും കൂടി ചാർജിങ് സോക്കറ്റിൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഈ ബാറ്ററി നമുക്ക് ചേസിൽ ഒട്ടിച്ച് വെക്കാം. ഇനി ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഡയോഡിൻ്റെ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ സോൾഡറിങ്ങും മറ്റു കാര്യമായ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലുള്ള ഒരു പ്രകാശം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ റീചാർജും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.